അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രോഗിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ രോഗിക്കരികിൽ നിന്നുള്ള പ്രാർത്ഥന ഏറ്റവും ഇജാസത്തുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥിക്കുന്ന ആൾക്കും ആ രോഗിക്കും അവിടെ ആ പ്രാർത്ഥന ഇജാസത്ത് കിട്ടും. അപ്പോൾ അവിടെ രോഗിക്കരികിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആദത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു രോഗിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ രോഗിക്കരികിൽ നിന്ന് ഈ ഒരു ഇസ്മിനെ 121 തവണ ചൊല്ലി ആ അള്ളാഹുവിലേക്ക് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ കാരണമാകും. അത് യാ സലാമു യാ അള്ളാ എന്ന ഇസ്മിനെ 121 തവണ ചൊല്ലിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ദുആ സ്വീകരിക്കപ്പെടാൻ കാരണമാകും. ഇപ്പോൾ ഈ രോഗി മാറാവിധ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളെന്നുണ്ടെങ്കിൽ ആ രോഗത്തിന് ശമനം കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ വേദനകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രോഗികൾക്ക് വേദന ശമിക്കാൻ ഇത് കാരണമാകും. അതല്ല രോഗിക്ക് മരണമാണ് വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈമാനികമായുള്ള മരണത്തിന് വരെ കാരണമാകും. അത്രയും പവർഫുള്ളാണ് ഈ ഒരു ഇസ്മ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഇസ്മിനെ പതിവാക്കുക. രോഗികൾക്ക് സന്ദർശിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക.